അസ്സലാമലൈക്കും, വെൽക്കം ടു ജാനി ഫുഡ് കോർട്ട്. നമ്മളിന്ന് ചൂരമീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ചൂരമീൻ അച്ചാർ. കഴിഞ്ഞ എപ്പിസോഡിൽ ബിരിയാണിക്ക് വേണ്ടി വാങ്ങിയ ചൂരയാണ്, അതിൻ്റെ ബാക്കി കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് വെക്കണം. അതിനുശേഷം നമുക്ക് അച്ചാറുണ്ടാക്കാം. ആദ്യം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായി. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ്. നല്ലെണ്ണയിൽ വേണേലും ചെയ്യാം. എണ്ണ ചൂടായി. ഇനി നമുക്കിത് ഓരോന്നോരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഇത് പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി മൊരിയുകയും വേണം, എന്നത് കരിഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇത് റെഡിയായി. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കത്തിക്കാം. ഇത് നമ്മുടെ മീൻ പൊരിച്ച ബാക്കിയുള്ള എണ്ണയാണ്. ഇതൊഴിച്ച് ബാക്കി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞതാണിത്. നമ്മൾ 1 കിലോ മീനുകൊണ്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കിയപ്പോൾ 1 കിലോ ആണിതുള്ളത്. അതിന് 100 ഗ്രാം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 50 ഗ്രാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 50 ഗ്രാം ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ്. ഇനി ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായി കുറച്ച് വെച്ച് മുളക് പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1 നുള്ള് കായപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഇത് 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഇത് 6 മാസം വരെ കേടുകൂടാതിരിക്കും. ഇവിടെ ഇത് 2 ദിവസം കൊണ്ട് കാലിയാവും. ഇത് ശരിക്കും നാളേക്ക് ഇത് ഒന്നും കൂടിയും വെള്ളമൊക്കെ ഒന്നുകൂടിയും വറ്റി ഒന്നുകൂടി ഇത് ഡ്രൈ ആയ പോലെ ഉണ്ടാകും. മീനിൽക്ക് നന്നായി ഈ
പുളിയും ഉപ്പ് ഇതെല്ലതും പിടിച്ച് നാളേക്കാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുമല്ലോ. അടുത്തൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.